ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ UAEയിൽ പിന്നീടൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല. ദുബായ്. UAE ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സ്വപ്നം കാണുന്ന പ്രവാസ ലോകം. ഈ മരുഭൂമിയിൽ ഭൂരിഭാഗം പേരും എത്തുന്നത് ഉപജീവനം തേടിയാണ്. ഈ രാജ്യത്തെ ജീവിതം സുഖകരമാക്കണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിശേഷിച്ചും വിസ നിയമങ്ങൾ. UAEയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എംപ്ലോയ്മെന്റ് വിസ നിർബന്ധമാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് വലിയ പിഴ, ജയിൽ ശിക്ഷ, ഒടുവിൽ രാജ്യത്ത് നിന്ന് തന്നെ പറഞ്ഞുവിടൽ എന്നിവയിലേക്ക് നയിച്ചേക്കാം. വിസ സംബന്ധമായ പ്രശ്നങ്ങളുമായി സമീപിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് UAEയിലെ പ്രമുഖ അഭിഭാഷക മലപ്പുറം സ്വദേശി പ്രീത ശ്രീറാം മാധവ്. UAEയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ വർക്ക് പെർമിറ്റോ എംപ്ലോയ്മെന്റ് വിസയോ നിർബന്ധമായും ഉണ്ടാകണം. ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി ചെയ്ത് നിയമത്തിന്റെ പിടിയിലാകുന്ന അധികം പേരും എംപ്ലോയ്മെന്റ് വിസയെക്കുറിച്ച് അറിയാതെയാണ് നിയമലംഘനം നടത്തുന്നത്. ടൂറിസ്റ്റ് വിസയിൽ ജോലി ചെയ്ത് പിടിക്കപ്പെട്ടാൽ പിഴയും ജയിൽവാസവും പിന്നെ രാജ്യത്ത് നിന്ന് പറഞ്ഞുവിടലുമാണ് ചെയ്യുക. ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ UAEയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. അധികവും ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ വിസയില്ലാതെ ജോലി ചെയ്ത് പിടിക്കപ്പെടുന്നവർ സാധാരണ ജോലിക്കാരാണ്. റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ ജീവനക്കാർ, ലേബർ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരാണ് ഈ ഗണത്തിൽപ്പെട്ടത്. എംപ്ലോയ്മെന്റ് വിസ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ജോലിയിൽ പ്രവേശിക്കുക എന്നത് മാത്രമാണ് പിഴയിൽ നിന്നും നാടുകടത്തലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. തൊഴിൽ നിയമപ്രകാരം ഒരു കമ്പനിയും വിസയ്ക്ക് ജീവനക്കാരിൽ നിന്ന് നിരക്ക് ഈടാക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാരണവശാൽ കമ്പനി നിങ്ങളുടെ വിസയുടെ ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ ലേബർ കോടതിയിൽ പരാതിപ്പെടാവുന്നതാണ്. UAE നിയമപ്രകാരം വിസയുടെ ചാർജ് നൽകേണ്ടത് കമ്പനി ഉടമ തന്നെയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളെ തെരഞ്ഞെടുത്തുവെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്നതാണ്. അത് കമ്പനിയുടെ ലെറ്റർ ഹെഡിലുള്ള ഓഫർ ആയിരിക്കും. തുടർന്ന് പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോഗ്രാഫും HR-നെ ഏൽപ്പിക്കുക. അവർ വിസയുടെ തുടർ നടപടികൾ ആരംഭിക്കും. പ്രോസസ് സ്റ്റാർട്ടായാൽ നിങ്ങൾക്ക് ലേബറിന്റെ ഓഫർ ലെറ്റർ ലഭിക്കുന്നതാണ്. ഓഫർ ലെറ്റർ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ആയിരിക്കില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ പ്രൊഫഷൻ, അടിസ്ഥാന ശമ്പളം, അലവൻസ്, വിസ പ്രോസസ് ചെയ്യുന്ന കമ്പനിയുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായി വായിച്ചു നോക്കി കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാവുന്നതാണെങ്കിൽ മാത്രം ഒപ്പിട്ട് കൊടുക്കാം. ഇതിനെല്ലാം ആകെ എടുക്കുന്ന സമയം 2 ദിവസമാണ്. എന്നാലും ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഓഫർ ലെറ്ററിനു വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. ഒപ്പിട്ട് നൽകിയതിനു ശേഷം നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വിസ ലഭിക്കും. വിസയുടെ പകർപ്പ് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. പിന്നെ കമ്പനി വിസ സ്റ്റാറ്റസ് മാറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിസ ക്യാൻസൽ ചെയ്ത് നിൽക്കുകയോ ആണെങ്കിൽ അതിൽ നിന്ന് പുതിയ വിസയിലേക്ക് സ്റ്റാറ്റസ് മാറുന്ന നടപടി. തുടർന്നാണ് മെഡിക്കൽ എടുക്കുന്ന ഘട്ടം. മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കും. ഫിറ്റാണെന്ന് ബോധ്യമായാൽ വിരലടയാളം എടുക്കുന്നതാണ്. പിന്നെ വിസ സ്റ്റാമ്പ് ചെയ്യും. കിട്ടിക്കഴിഞ്ഞാൽ വിസയുടെ പ്രോസസ് പൂർണ്ണമാകും. എമിറേറ്റ്സ് ID നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് വേറെ ആർക്കും കൈമാറാനേ പാടില്ല. വിസ കാലാവധി കഴിഞ്ഞാൽ അബ്സ്കോണ്ടിംഗ് ആയേക്കാം. UAE പാസ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വിസയുടെയും എമിറേറ്റ്സ് IDയുടെയും പകർപ്പ് സ്വയം എടുക്കാൻ സാധിക്കും. ടൂറിസ്റ്റ്, സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് UAEയിൽ താമസിച്ചാൽ പിഴ കൂടാതെ ട്രാവൽ ഏജന്റ് അബ്സ്കോണ്ടിംഗ് പരാതി നൽകിയേക്കും. ഈ പരാതി ഒഴിവാക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് പിഴയടച്ച് അടുത്ത വിസയിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. വിസയുടെ പിഴ കുറയ്ക്കാൻ അതാത് എമിറേറ്റ്സിന്റെ ഇമിഗ്രേഷനിൽ പോയി അപേക്ഷിക്കാം. പുതിയ കമ്പനിയിൽ നിന്ന് ലഭിച്ച ഓഫർ ലെറ്റർ ഇതിനുവേണ്ടി അവിടെ കാണിക്കേണ്ടതായി വരും. അതേസമയം പിഴയടച്ച് അന്നേ ദിവസം തന്നെ നാട്ടിലേക്ക് പോകാവുന്നതുമാണ്. പുതിയ വിസയിൽ പിന്നെയും വരാൻ സാധിക്കുമെന്ന സന്തോഷം കൂടിയുണ്ട്. എന്നാൽ പിഴയടയ്ക്കാതെയും അബ്സ്കോണ്ടിംഗ് മാറ്റാതെയും UAEയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ പിന്നെയൊരിക്കലും UAEയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്നേയുള്ളൂ. ലൈഫ് ബാൻ അഥവാ ആജീവനാന്ത നിരോധനം അടിച്ചാണ് UAE തിരിച്ചയക്കുക എന്ന് മനസ്സിലാക്കണം. ഇതിന് ഔട്ട് പാസ് എന്നാണ് പറയുക. അതാത് എമിഗ്രേഷനിൽ പോയി ഔട്ട് പാസും ടിക്കറ്റും എടുത്ത് നാട്ടിലേക്ക് പോകാം. ഔട്ട് പാസ് എടുക്കാൻ ടൈപ്പ് ചെയ്യാൻ 400 ദിർഹം മാത്രമേ ചെലവുള്ളൂ.
ദുബായ് ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർ DHA ലൈസൻസ് എടുക്കേണ്ടതാണ്. എന്നാൽ DHA ലൈസൻസ് കൊണ്ട് മാത്രം ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. വിസയും ഉണ്ടായിരിക്കണം. എംപ്ലോയ്മെന്റ് വിസ ലഭിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്താൽ ആ സമയത്ത് ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ചോദിക്കാൻ അവകാശമുണ്ടാകില്ല. ഹസ്ബൻഡ് വിസയിൽ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും വർക്ക് പെർമിറ്റ് എടുക്കാറില്ല. വർക്ക് പെർമിറ്റ് ഇല്ലാതെ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ നിയമപരമായി ആ കമ്പനിയുടെ ഭാഗമല്ലാത്തതാണ് കാരണം. അതുകൊണ്ട് നിയമപരമായി ഒരു സഹായവും ലഭിക്കുന്നതല്ല. വർക്ക് പെർമിറ്റ് ഇല്ലാതെ UAEയിൽ എവിടെയും ജോലി ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. പൊതുവെ ജോലിക്ക് വരുന്ന സ്ത്രീകൾ കമ്പനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമോ ശാരീരികമോ ആയ ബുദ്ധിമുട്ട് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നേരിട്ടാൽ ഉടൻ തന്നെ 999 എന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്ത് പോലീസിൽ വിവരമറിയിക്കാവുന്നതാണ്. അതേപോലെ തൊഴിൽ വിഭാഗത്തെയും അറിയിക്കാം. പോലീസ് ഉടനടി സഹായവുമായി എത്തും. UAEയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം നേരിട്ടാൽ ഉടൻ തന്നെ 999 എന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് ഒരു പ്രശ്നം നേരിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോലീസിനെ വിളിച്ചാൽ തെളിവുകളും മറ്റു കാര്യങ്ങളും ശേഖരിക്കാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ കേസ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ തന്നെ പോലീസുമായി ബന്ധപ്പെടുക. അതുപോലെ ടൂറിസ്റ്റ് വിസയിലോ ജോബ് സീക്കർ വിസയിലോ വരുന്നവർ ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം. ഇവിടെ വന്നിട്ട് അപകടം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം നേരിട്ടാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുപോലെ പുതുതായി വിസയിൽ UAEയിൽ വന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആശുപത്രിയിൽ പോകാൻ ആംബുലൻസിനെ വിളിക്കാവുന്നതാണ്. 998 നമ്പറിലേക്ക് വിളിച്ചാൽ ഉടൻ തന്നെ ആംബുലൻസ് എത്തി സർക്കാർ ആശുപത്രി അടിയന്തര വിഭാഗത്തിലെത്തിക്കും. UAEയിൽ ജോലിക്ക് വേണ്ടി വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇന്റർനെറ്റ് വഴി പല കമ്പനികളിലേക്കും അപേക്ഷകൾ അയക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ വന്നാൽ പെട്ടെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ജോലി കരസ്ഥമാക്കാനും സാധിക്കും. ഏജന്റ് മുഖേന വരുന്നവർ അവരെ പറ്റി നന്നായി അന്വേഷിച്ച ശേഷം മാത്രം എഗ്രിമെന്റ് സൈൻ ചെയ്യുക. ഏജന്റിന് പണം കൊടുത്ത് ഇവിടെ വന്ന് ജോലിയും താമസ സൗകര്യവും ഭക്ഷണവുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് നിരവധിയാണ്. സന്ദർശക വിസ കാലാവധി തീർന്ന് ഓവർ സ്റ്റേ ആയി ഒടുവിൽ ഔട്ട് പാസ് വഴി പോയവർക്ക് പിന്നെ UAEയിലേക്ക് വരാൻ സാധ്യമല്ല. അതുപോലെ സ്വർണം പണയം വെച്ചും അല്ലാതെയും വായ്പയെടുത്ത് UAEയിലേക്ക് വരാൻ ഏജന്റിന് പണം കൊടുത്തവർ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോകുന്നു. ഇതൊക്കെ കൊണ്ടാണ് ദുബായ് സർക്കാർ ടൂറിസ്റ്റ് സന്ദർശക വിസയുടെ കാര്യത്തിൽ വളരെയേറെ കർശന നിയമങ്ങൾ എടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് പുതുതായി ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ നിർബന്ധമായും 3000 ദിർഹമോ അതിന് സമാനമായ ക്രെഡിറ്റ് കാർഡോ കയ്യിൽ കരുതണമെന്ന് ഷഡിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ദുബായ് സർക്കാർ ടൂറിസ്റ്റ് സന്ദർശക വിസയുടെ കാര്യത്തിൽ വളരെയേറെ കർശന നിയമങ്ങൾ എടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് പുതുതായി ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ നിർബന്ധമായും 3000 ദിർഹമോ അതിന് സമാനമായ ക്രെഡിറ്റ് കാർഡോ കയ്യിൽ കരുതണമെന്ന് നിർബന്ധം പറയുന്നത്. അഡ്രസ് പ്രൂഫും ഇൻഷുറൻസും തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റും ഉണ്ടാകണം. അതേപോലെ ബന്ധുക്കളുടെ അടുത്തേക്ക് വരുന്നതാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും കയ്യിൽ കരുതണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ജോലി എന്ന സ്വപ്നവുമായി UAEയിലേക്ക് വരിക. വന്നാലോ UAEയുടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ ജോലിയോ ബിസിനസ്സോ ചെയ്താൽ ഭാവി സുരക്ഷിതമായിരിക്കും. വളർന്ന് ഏത് നിലയിലും എത്താൻ യാതൊരു തടസ്സവുമില്ല. UAE ഗവൺമെന്റ് എല്ലാ നല്ല കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ സുരക്ഷയൊരുക്കി പോലീസും ഉണ്ടാകും.